നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. UAE-യിൽ പുതുതായി 6 ഹെലിപോർട്ടുകൾ വരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദുബായിൽ നിന്ന് റാസൽ ഖൈമയിലെത്താൻ 27 മിനിറ്റ് മതിയാകും. ഭാവിയിൽ ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, അബുദാബി എമിറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേവനങ്ങൾ ആരംഭിക്കും. അടുത്ത 3 വർഷത്തിനകം ലക്ഷ്യസ്ഥാനങ്ങളുടെ എണ്ണം 30 വർദ്ധിപ്പിക്കും. ഇതിനായി ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഹെലിപോർട്ടുകൾ നിർമ്മിക്കും. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ അൽ മക്തൂം വിമാനത്താവളത്തോട് ചേർന്നാണ് ദുബായ് ഹെലി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരേ സമയം 8 ഹെലികോപ്റ്ററുകൾ ഇറക്കാൻ സാധിക്കും. UAE-യിൽ വിസ ഓൺ അറൈവലിന് അനുമതിയുള്ള ഇന്ത്യക്കാർ യാത്രയ്ക്ക് മുൻപ് ഓൺലൈൻ വഴി അപേക്ഷിക്കണമെന്ന് GDRFA അറിയിച്ചു. നേരത്തെ വിമാനത്താവളത്തിൽ മർഹബ സെന്ററിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുമായിരുന്ന സൗകര്യം ഇനി മുതൽ ഉണ്ടാകില്ല. മുൻകൂട്ടി ഓൺലൈനിലൂടെ അപേക്ഷിച്ച് വിസ ലഭിച്ച ശേഷമേ ഇനി യാത്ര തുടരാനാകൂ. 14 ദിവസത്തേക്കാണ് ഓൺ അറൈവൽ വിസ ലഭിക്കുക. 14 ദിവസത്തേക്ക് കൂടി അത് നീട്ടാനും സാധിക്കും. US ഗ്രീൻ കാർഡ്, റെസിഡന്റ് വിസ, UK യൂറോപ്യൻ വിസ എന്നിവ ഉള്ളവർക്കാണ് ഓൺ അറൈവലിന് അനുമതിയുള്ളത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ 253 ദിർഹം ഫീസായി അടയ്ക്കണം. നേരത്തെ അത് 150 ദിർഹമായിരുന്നു. 48 മണിക്കൂറിനകം വിസ ലഭിക്കും. എമിറേറ്റ്സിലെ പെയ്ഡ് പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നു. ദുബായിലെ പാർക്കിംഗ് മേഖലകൾ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ പാർക്കിനുമായി കൈകോർത്ത് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ദുബായിൽ EV ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം 30,000-ലെത്തുമെന്ന് ദേവായ MD-യും CEO-യുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു. ദുബായിൽ ഏകദേശം 1,97,000 പാർക്കിംഗ് ഇടങ്ങളാണ് പാർക്കിംഗിന്റെ നിയന്ത്രണത്തിലുള്ളത്. ഇത്തവണ ഹജ്ജ് വേളയിൽ പുണ്യസ്ഥലങ്ങളിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങൾ ഉപയോഗിക്കും. ഗതാഗത ലോജിസ്റ്റിക് സംവിധാനത്തിൽ ആധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായാണിത്. മക്കയിലും മദീനയിലും തീർത്ഥാടകർക്ക് ആവശ്യമായ അവശ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിനാണിത്. കൂടാതെ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനും ബലിമൃഗങ്ങളെ പരിശോധിക്കുന്നതിനുമുള്ള നൂതന സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടും. സൗദിയിലെ ആദ്യ നിശബ്ദ വിമാനത്താവളമായി അബഹ രാജ്യാന്തര വിമാനത്താവളം. ഷാങ്ഹായ്, സൂറിക്, ദുബായ്, ആംസ്റ്റർഡാം, ലണ്ടൻ സിറ്റി വിമാനത്താവളങ്ങളുടെ പട്ടികയിലേക്കാണ് അബഹ വിമാനത്താവളം മാറിയത്. വിമാനം പുറപ്പെടുന്നത് സംബന്ധിച്ചോ യാത്രക്കാർ വിമാനത്തിൽ എത്താത്തത് സംബന്ധിച്ചോ മറ്റ് അനൗൺസ്മെൻറ്റുകളൊന്നും ഈ വിമാനത്താവളത്തിൽ ഇനി കേൾക്കില്ല. ഡിസ്പ്ലേകളിൽ വിമാനങ്ങളുടെ സമയക്രമം കൃത്യമായി കാണിക്കും. ബോർഡിംഗ് സമയത്തും യാതൊരു വിധത്തിലുമുള്ള അനൗൺസ്മെൻറ്റുകളും ഉണ്ടാകില്ല. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.